Welcome to Nikhil Lali Classrooms. Good evening, friends. Today, Managerial Economics Module 3. Module 3 പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈ, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോസ് ഓഫ് റിട്ടേൺസ്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് എക്കണോമിക്സ് ഓഫ് സ്കോപ്പ്, ഐസോക്വൻസ്, ബെസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി, കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഷോർട്ട് റൺ, ലോങ് റൺ കോസ്റ്റ് കർവ്സ്, മാനേജറിയൽ യൂസ് ഓഫ് ലോങ് റൺ കോസ്റ്റ് കർവ്സ്, റവന്യൂ അനാലിസിസ് ആൻഡ് റവന്യൂ കർവ്സ് പറ്റിയാണ് ടോപ്പിക്സ് പറയുന്നത്. നമ്മൾ എന്തായാലും ഫസ്റ്റ് ടോപ്പിക് തുടങ്ങാം. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? നമുക്കൊന്ന് സംസാരിച്ചല്ലോ അതിനെപ്പറ്റി. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്പെസിഫൈസ് ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് എ given quantity of inputs. It is the relation between physical input and physical output. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ. ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദ ലെവൽ ആൻഡ് വോളിയം ഓഫ് ദ പ്രോഡക്റ്റ്, ബിൽഡിംഗ് മെഷീനറി, അങ്ങനെ നോൺ ഐറ്റംസ്. വേരിയബിൾ ഫാക്ടേഴ്സ് വിച്ച് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു വോളിയം ഓഫ് ഔട്ട്പുട്ട്, ലേബർ, ഫ്യൂവൽ, ലിക്വിഡ് ഐറ്റംസ്, അതാണ് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ പ്രോസസ്സ്, ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ദ ലോങ് റൺ ആൻഡ് ദ ഷോർട്ട് റൺ. ഷോർട്ട് റൺ എന്താണ്? എ പീരീഡ് ഇൻ വിച്ച് ഫേംസ് ക്യാൻ അഡ്ജസ്റ്റ് പ്രൊഡക്ഷൻ ബൈ ചേഞ്ചിങ് ദ വേരിയബിൾ ഫാക്ടേഴ്സ്. ഇനി ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ എ പീരീഡ് ഇൻ വിച്ച് ഫേംസ് ക്യാൻ അഡ്ജസ്റ്റ് പ്രൊഡക്ഷൻ ബൈ ചേഞ്ചിങ് ഓൾ ഫാക്ടേഴ്സ്. അടുത്ത, ദ ടേംസ് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ ഡു നോട്ട് നെസസറിലി refer to specify the periods of time. They refer to the degree of flexibility the firm has changing the level of output. ഇനി അടുത്തത്, ഫിക്സഡ് ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഈസ് ഫിക്സഡ് റിഗാർഡ്ലെസ് ഓഫ് റിക്വയർഡ് ഔട്ട്പുട്ട് ലെവൽ. ക്യാപിറ്റൽ ഓർ specialized labor. Variable input factor of production. Quantity of input used depends on the level of output. Short run, at least one input factor is fixed. Long run, all inputs factors are variable. Some concept: total product, average product, marginal product. എന്താണ് total product? Total volume of goods and service produced during a given period of time. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാലോ. ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ആവറേജ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഓഫ് ദ വേരിയബിൾ ഫാക്ടർ. മാർജിനൽ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട് due to the application of one more or one less unit of variable factor. Some concepts: it refers to the total volume of goods and service produced during a given period of time. Average product, per unit production of the variable factor. Marginal product, the change in the total output due to the application of one more or one less unit of variable factor. നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ഇക്വേഷനാണ്, എംപിറിക്കൽ ഫോം ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ഇക്വേഷനാണ്. Q = എഫിൻ്റെ കൂടെ ലേബർ ഉണ്ട്, കെ ക്യാപിറ്റൽ, LB ലാൻഡ് ബിൽഡിംഗ്, M മെറ്റീരിയൽസ്, T ടെക്നോളജി, സ്മോൾ t ടൈം, മാനേജൽ എഫിഷ്യൻസി. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് എഴുതിയെടുക്കുക മാക്സിമം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ജയിക്കാൻ ഉള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇനി അടുത്തതാണ് ടോട്ടൽ പ്രോഡക്റ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്രാഫ് വരച്ചേക്കുന്നത് കണ്ടോ. ടോട്ടൽ പ്രോഡക്റ്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് കണ്ടോ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു ലൈൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 10 10 20 അത് വരച്ചു. അടുത്ത പോയിൻ്റ് എടുക്കുമ്പോൾ
ഔട്ട്പുട്ടിൽ നോക്കുമ്പോൾ 30ക്കും 40ക്കും ഇടയിൽ, പിന്നെ 40ക്കും 50ക്കും, പിന്നെ അങ്ങനെ വാല്യൂസ് ഇങ്ങനെ വന്ന് അവസാനം ഒരു കർവ്, വളഞ്ഞൊരു കർവ് വരും, TPX എന്ന് പറഞ്ഞ് വരും, താഴോട്ട് വരും. ഇങ്ങനെ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ഇത് കഴിഞ്ഞ് ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിൻ പ്രോഡക്റ്റ്, ഔട്ട്പുട്ടും ഇൻപുട്ടും തന്നിട്ടുണ്ട്. ഒന്ന് MPX മാർജിനൽ പ്രോഡക്റ്റ് എക്സും, ഒന്ന് ആവറേജ് പ്രോഡക്റ്റും ഗ്രാഫാണ്. ഇത് വരച്ച് പഠിക്കുക എല്ലാവരും ഈ ഗ്രാഫുകൾ. ലോസ് ഓഫ് പ്രൊഡക്ഷനാണ്. നമുക്ക് എന്താണ് ലോസ് ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോസ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. Certain factors of production such as land capital are available in short supply in the short run. Such factors are known as fixed factors. Factors available in unlimited supply are known as variable factors. Firms can only employ only limited or fixed quantity of fixed factors and an unlimited quantity of the variable factors. അത്രയേ ഉള്ളൂ. ഇനി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിൻ്റെ അടുത്ത ലോ നമുക്കൊന്ന് സംസാരിച്ചാലോ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if one factor of production is increased while the others remain constant, the overall output will increase at an increasing rate, and beyond a certain level output will increase at decreasing rate, eventually decreasing after a certain point. We will get less and less extra output when we add additional doses of an input while holding other inputs fixed. The stages of production: increasing and constant return, the second diminishing returns, 3 stages of production കണ്ടല്ലോ. മാർജിൻ അങ്ങനെ നെഗറ്റീവ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടില്ലേ. ടോട്ടൽ ഔട്ട്പുട്ട്, ഇൻപുട്ട് കണ്ടല്ലേ. ഈ കർവുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ക്യൂ തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. ഇൻപുട്ട് തന്നിട്ടുണ്ട്, ആവറേജ്, മാർജിൻ, Q/X, ഡോ Q ബൈ ഡോ എക്സ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. PX, MPX, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബിഹേവിയർ ഓഫ് TP, MP ആൻഡ് AP ഡ്യൂറിങ് ദ 3 stages ഓഫ് പ്രൊഡക്ഷൻ. ടോട്ടൽ പ്രോഡക്റ്റ് വരുമ്പോൾ സ്റ്റേജ് 1 ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, സ്റ്റേജ് 2 വരുമ്പോൾ ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, സ്റ്റേജ് 3 സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. Marginal product increases, reaches its maximum, then declines. MR minus AR is diminishing and becomes equal to 0, becomes negative. Average product increase and reaches its maximum, starts diminishing, continues to decline. Assumptions of the law: technologies remain constant, one factor only varying, others are remaining constant. Possibility to change factor proportion. The loss of returns to scale. In this method, the supply of both inputs and labor and capital is variable. The increase in both the inputs, labor and capital increases the scale of production. The relationship between inputs and output is generally expressed through a long-run production function, Cobb-Douglas production function. The tool used for showing this relationship is an isocant curve. Iso means equal and con means quantity. Iso means equal, con means quantity. Isocant curves represent different combinations of capital and labor that lead to the same level of output, also known as equal product curve or production indifference curve. It is a locus of point, represents the various combination input, labor and capital yielding the same output, based on the assumption that both labor and capital can be substituted for one another but at a diminishing rate.
എന്താണ് അസംഷൻസ് നമുക്ക് നോക്കിയാലോ. ദ പ്രൊഡ്യൂസർ യൂസസ് ഓൺലി 2 ഇൻപുട്സ്, ലേബർ ക്യാപിറ്റൽ, ടു പ്രൊഡ്യൂസ് കമോഡിറ്റി എക്സ്. ലേബർ ആൻഡ് ക്യാപിറ്റൽ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ ഡേറ്റ ഡിമിനിഷിംഗ് റേറ്റ്, അതർ അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് പോട്ട്. അടുത്ത ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ say given for the period under reference. The production function of the firm is continuous. Labor and capital are perfectly substitutable and divisible. എന്താണ് നമുക്കൊരു ഫംഗ്ഷൻ നോക്കിയാലോ. ഒരു ഫംഗ്ഷൻ്റെ ഫോമുല Q is equal to F. എഫിൻ്റെ ബ്രാക്കറ്റ് ഇട്ട് L ലേബർ ക്യാപിറ്റൽ, ലേബർ എല്ലും K ക്യാപിറ്റൽ. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർ ഫുഡ് നമുക്ക് നോക്കിയാലോ. ക്യാപിറ്റൽ ഇൻപുട്ട് 1 2 3 4 5. ഇതാ ലേബർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് 120. ഇങ്ങനെ കുറേ ഇങ്ങനെ നമ്മൾ ഓരോ റെപ്രസെൻറ്റ് ചെയ്ത് കണ്ട അത് കാണിച്ച ഓരോ ഷേപ്പുകൾ കണ്ടല്ലോ, ഇങ്ങനെ കുറേ. അത് കഴിഞ്ഞ് ഷേപ്പ് ഓഫ് ഐസോകെൻസ്. ഇതാ അടുത്ത Q1 Q2 Q3 കണ്ടല്ലോ. ഈ ഓരോന്ന് കണ്ടല്ലോ. ലേബർ പെർ ഇയറും ക്യാപിറ്റൽ പെർ ഇയർ. ഇൻ ലോങ് റൺ ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ വേരിയബിൾ ആൻഡ് both experience diminishing returns. ISO cost. Assume that labor cost rupees 10 രൂപ. പിന്നെ അടുത്ത ക്യാപിറ്റൽ വരുമ്പോൾ 7 രൂപയാവും. അതാണ് കളി. ലേബർ കോസ്റ്റ് 10 രൂപയാവും, ക്യാപിറ്റൽ 7 രൂപയും. കഷ്ടം. സപ്പോസ് ദ കമ്പനിയുടെ ഒരു ബഡ്ജറ്റ് 70 രൂപയാവും ഒരു കമ്പനി എടുക്കുമ്പോൾ. നമുക്കിനി അടുത്ത ഡയലോഗ്. അത് സപ്പോസ് ദ കമ്പനി ഹാസ് എ ബഡ്ജറ്റ് ഓഫ് ₹70. ഇറ്റ് ക്യാൻ ബൈ 7 യൂണിറ്റ്സ് ഓഫ് ലേബർ, 7 യൂണിറ്റ്സ് ഓഫ് ലേബർ വിത്ത് നമ്പർ ഓഫ് ക്യാപിറ്റൽ, ഓർ 10 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ വിത്ത് നമ്പർ ഓഫ് ലേബർ, ഓർ സം ഇൻ ബിറ്റ്വീൻ കോമ്പിനേഷൻ. ബൈ ജോയിനിങ് ദ 2 extreme points we get an ISO cost line. ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ നമുക്കൊന്ന് നോക്കിയാലോ. യൂണിറ്റ്സ് ഓഫ് ലേബർ, ഒന്ന് യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലാണ് വൈ ആക്സിസ്. ഇതാ കണ്ട അവിടെ നിന്നൊരു ഇത് കണ്ടല്ലോ. ഈ വാല്യൂ നോക്കി 10 കൊടുത്തേക്കുന്നു. യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ 10 മാർക്ക് ചെയ്യുക. എന്നിട്ട് യൂണിറ്റ് ഓഫ് ലേബർ കൊടുത്തേക്കുന്ന ഇൻപുട്ടിലേക്ക് ഒരു പോയിൻ്റ് 7 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നൊരു വര വരയ്ക്കുക. അപ്പോൾ ഇതങ്ങ് എളുപ്പമായി. ഈ ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ എളുപ്പമായി. അങ്ങനെ വന്നതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം നമുക്കൊന്ന് നോക്കിയാലോ. സെയിം തന്നെ. പ്രൊഡ്യൂസർ ആസ് എ കൺസ്ട്രെയിൻ നെയിംലി ബഡ്ജറ്റ്. പ്രൊഡ്യൂസേഴ്സ് അറ്റൈൻസ് ഇക്വിലിബ്രിയം വെൻ ഹി റീച്ചസ് ദ ഹയസ്റ്റ് അറ്റൈനബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്താണ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ് നോക്കിയാലോ. പോയിൻ്റ് ഓഫ് ടാൻജൻസി ബിറ്റ്വീൻ ഐസോകെൻറ്റ് and ISO cost is the point of least cost combination of inputs. At point B, labor and capital are combined in a proportion that maximizes the output for a given budget. This is done by combining the firm's production and cost functions. Optimal expansion path. In the long run, all inputs are variable. There is no constraint to the expansion of output. Firms can employ capital and labor as much as they want, but a profit maximizing firm would employ capital and labor in the optimal proportion that is economically most efficient. The optimal factor of production is determined by the point of tangency between the ISO cost and the isoquants. The expansion of inputs and outputs through the points of optimal factor proportion gives the optimal expansion path. Producer's equilibrium. Capital labor kanda. Q3 producer has a constraint namely budget. Producer attains equilibrium when he reaches the highest attainable level of output. അതാകണ്ട ഇൻക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ കണ്ട. ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ച് പോവും.
constant returns to scale. Labor units, capital units, total output, return to scale, constant 1 1 10 അങ്ങനെ വാല്യൂസ് കൊടുത്ത് ഇത് എല്ലാവരും എഴുതിയെടുക്കണം. അടുത്ത ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ കണ്ടല്ലോ, ഇങ്ങനെ റിട്ടേൺ ടു സ്കെയിൽ കണ്ട ഇൻക്രീസ്. അടുത്ത ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഇത് കണ്ടല്ലോ, ഇത് എങ്ങനെ എഴുതിയെടുക്കാം. ഇനി അടുത്തത് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് പോസിബിലിറ്റി. ബെസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി നോക്കിയാലോ. ഓൾസോ കോൾ ദ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ദാറ്റ് ബെസ്റ്റ് സ്യൂട്ട്സ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. കോസ്റ്റ് മീൻസ് ദ amount of expenditure incurred on or attributable to a given thing. Actual cost എന്താണ് നമുക്ക് നോക്കിയാലോ. Actual cost is the amount paid for an asset and not its market value, insurable value or retail value. It generally includes freight in and installation costs but not interest as on the debt to acquire it. In other words, it is expenditure required to buy or produce an item. The actual cost of a purchased item includes the list price plus delivery and storage. The actual cost of manufacture a product is the total direct material, direct labor and factory overhead. Cost concept. Business concept include all the expenses which are incurred in carrying out a business, includes all payments and contractual obligations made by the firm together with the book cost of depreciation on plant and equipment. കോസ്റ്റ് ബിസിനസ് കോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത അക്വിസിഷൻ കോസ്റ്റ്. ഇറ്റ് മീൻസ് ഓൾ പ്രൊമോഷൻ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സെക്യൂറിങ് എ ന്യൂ സബ്സ്ക്രൈബർ ഓർ കസ്റ്റമർ സച്ച് ആസ് ലിസ്റ്റ് റെൻ്റൽ ഫീസ്, ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എ ഡയറക്റ്റ് മെയിൽ പാക്കേജ് ആൻഡ് പോസ്റ്റേജ് ഫോർ ദ പാക്കേജ് ആൻഡ് ദ റിപ്ലൈ. Quality cost. It means any concrete cost that can be identified in the past, present or future. It also referred to as explicit costs. These costs do not include foregone profits or benefits. For companies, outlay costs for new projects will include startup, production, maintenance and extraneous costs. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമുക്ക് നോക്കിയാലോ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആർ ഔട്ട് ഓഫ് ദ പോക്കറ്റ് expenses that firm must make to outsiders for resources. An explicit cost is a business expense accounted cost that can be easily identified, such as wage, rent and material. Explicit cost gives clear and evident cash outflows from business that decreases its end result profitability. This cost directly affect the revenue. Intangible expenses such as goodwill, amortization are not explicit expense because the expenses don't show clear effects on a business and revenue and expenses. എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് നമുക്ക് നോക്കിയാലോ. എക്സ്പ്ലിസിറ്റ് കഴിഞ്ഞു, ഇംപ്ലിസിറ്റ് ആണ്. നമുക്ക് സംസാരിച്ച് നോക്കാം അതിനെപ്പറ്റി. An implicit cost results if the person who at first foregoes the satisfaction in the search of an activity and is not rewarded by money or another form of payment. The implicit cost begins and ends with the foregoing and the benefits and satisfaction. When an organization or owner uses its own equity for companies well-being, then that cost is considered as implicit cost. Goodwill is a good example of implicit cost. Fixed cost, the cost which does not vary but remains constant within
a given period of time and a range of activity in spite of the fluctuations in production is known as fixed cost. Some of its examples are as follows: rental rates, ഇൻഷുറൻസ് ചാർജസ്, മാനേജ്മെൻറ്റ് സാലറി. അതാണ് ഫിക്സഡ് കോസ്റ്റസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് വേരിയബിളായ കോസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകണം. നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെ പറയും? ദ കോസ്റ്റ് വിച്ച് വേരീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ വിത്ത് എവരി ഇൻക്രീസ് ഓർ ഡിക്രീസ് in the volume of output production is known as variable cost. Some of its examples are as follows: wages of labors, cost of direct material, power. Semi-variable cost, the cost which does not vary proportionally but simultaneously and does not remain stationary at all times, is known as semi-variable cost. It can also be named as semi-fixed cost. Some of its examples are as follows: depreciation, repairs. Total cost എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It is a sum of total fixed cost and total variable cost. TC equal TFC plus TVS. TVS means total variable cost. TFC total fixed cost. TC total cost. അതാണ് കാണിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും എഴുതിയെടുക്കുക. എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്? എന്താണ് നമുക്ക് സംസാരിച്ചാലോ? ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ദ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ total fixed cost by the number of units of the commodity produced. Symbolically, average fixed cost is equal to TFC divided by Q, where AFC equal average fixed cost, TFC equal total fixed cost, Q is the number of units of output produced. Average variable cost. Average variable cost is the variable cost per unit of output. It is the total variable cost divided by the number of units of output produced. Average variable cost, total variable cost divided by Q. Q number of AVC average variable cost. TVC total variable cost. Q is equal to number of units of output produced. Cost in the short run. Short run is a period in which certain inputs cannot be increased or decreased regardless of the amount of the output produced. A firm's short run total costs are split up into groups. Group ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം ഇതിനാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റസ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റസ്. TC is equal to TFC plus TVC. വേണ്ട, ഇങ്ങനെ ഓരോ നമ്പേഴ്സ് കാണിച്ചേക്കുന്നു. TC, TFC, TVC കർവ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ലോങ് റൺ കോസ്റ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ലോങ് റൺ there are no fixed inputs and therefore no fixed costs. All costs are variable. Another way to look at the long run is that in the long run a firm can choose any amount of fixed costs it wants for making short run decisions. Long run average cost curve. The long run average cost curve shows the minimum average cost at each output level when all inputs are variable. That is when the firm can have any planned size it wants. There is a relationship between the LRAC curve and the firm set of short run average cost curves. SR and LR average costs. Economists use the term plant size to talk about the having a particular amount of fixed inputs, choosing a different amount of plant and equipment plant size amount of to choosing amount of fixed cost. Economists want you to think fixed cost as being associated with plant and equipment. Bigger plants have larger fixed cost. If each plant size is associated with a different amount of fixed costs, then each plant size firm will give us a different set of
short-run cost curves. Choosing a different plan size then means moving from one short-run cost curve to another. Economists usually assume that plan size is infinitely divisible. In the case of finely divisible by plan size, the LRAC curve might look like this. കണ്ടല്ലോ ഓരോ ആവറേജ് കോസ്റ്റസ് and ഡെൽറ്റ ബൈ ക്യൂ ഈച്ച് സ്മോൾ യു ഷേപ്ഡ് കർവ് അങ്ങനെ കൊടുത്തേക്കുന്നുണ്ട് LRAC കർവ്. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. കുറേ ആവശ്യമില്ലാത്ത കുറേ കത്തികൾ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അതിനെയെല്ലാം നമ്മൾ കടന്നു പോകുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും. എക്കണോമിക്സ് ഓഫ് സ്കെയിലുണ്ട്, റവന്യൂ അനാലിസിസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇനിയുള്ള വില്ലന്മാർ. നമുക്കത് പറയാം. ഇനിയുള്ള വില്ലന്മാർ അവരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായ കാര്യം, നിങ്ങളെ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ വിജയിക്കണം. എക്കണോമിക്സ് ഒരിക്കലും പാടല്ല. ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും എളുപ്പമാണ്. ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. In the preceding graph, each short-run cost curve corresponds to a particular amount of fixed inputs. As the fixed input amount increases in the long run, you move to different SR cost curves, each corresponding to a particular plan size. Notice in the graphs of LRAC curves presented so far that the curves have been drawn to U-shaped. That is when output is increasing. LRAC at first falls and then eventually rises. The overall shape of the long run average cost curve depends on the technology of production. For examples, advantages implicit in large scale production with large plants may allow firms to produce large outputs at lower cost per unit. On the other hand, firms may get so big that ever increasing managerial and monitoring cost may causes unit costs to rise. എന്താണ് എക്കണോമിക്സ് ഓഫ് സെയിൽ? യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാ ഇങ്ങനെ 82 MES കൊടുത്തിട്ട് LRAC കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡയഗ്രാംസ്. നമ്മൾ വിചാരിച്ച പോലെ ഈ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷേപ്ഡ് കർവ് കണ്ടല്ലോ, മോണോപ്പൊളിയുടെ വന്ന ഈ കർവൊക്കെ വരച്ച് പഠിച്ചു. For the U-shaped long run average cost curve, there are economies of scale over small outputs and diseconomies of scale at large outputs. Not all necessarily suffer from diseconomies of scale at large outputs. When a firm has economies of scale over a range of outputs big enough to supply the total market demand, that firm is called naturally monopoly. ഇത്രയേ ഉള്ളൂ. Naturally monopoly have long run average cost curves that look like this. കണ്ടല്ലോ ഈ ഗ്രാഫ് കണ്ടല്ലോ, ക്യൂ ഡെൽ ബൈ ക്യൂ. ഇത് കണ്ടല്ലോ ഗ്രാഫ് LRCയുടെ ഒരു ഇത് വരയ്ക്കുക. ഈ ഗ്രാഫ് ഇലക്ട്രിക് പവർ ജനറേഷനെ പറ്റി പിന്നെ ലോക്കൽ മാർക്കറ്റിനെ പറ്റി ആ ഒരു ഗ്രാഫ്. അടുത്ത as we will see, firms in perfect competition must have U-shaped long run average cost curves. One conclusion from this is that only certain industries can be expected to be perfectly competitive, and a crucial factor is the technology of production, since that is what determines the shape of the long run average cost curve. What shape of LAC determined by the economies and diseconomies of scale. Economies of scale, internal, external, internal real economies, external or pecuniary economies, diseconomies of scale, internal diseconomies, external diseconomies. Economics of scale, internal economics, economics in production, technological advantages, division of labor, specification,
economics in marketing, managing economics, economics in transport and shortage. Transport and storage വന്നു. ഇനി അടുത്ത എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. എക്സ്റ്റേണൽ എക്കണോമിക്സ് വരുമ്പോൾ ലാർജ് സ്കെയിൽ പർച്ചേസസ് ഓഫ് RM, ലാർജ് സ്കെയിൽ അക്വിസിഷൻ ഓഫ് ഫിനാൻസ് അറ്റ് ലോവർ റേറ്റ്, ലോവർ അഡ്വർടൈസിംഗ് റേറ്റ് ഫോർ ലാർജ് സ്കെയിൽ അഡ്വർടൈസിംഗ്, concessional transport rates, lower wages rates in certain specialized labor market. Diseconomies of scale. Internal diseconomies of managerial inefficiency, labor inefficiency, external rising input costs. Pecuniary diseconomies. Revenue analysis. The amount of money that a company receives during a specific period, including discounts and deductions for returned merchandise. It is the top line or gross income figure from which costs are deducted, determine net income. Total revenue and the TR curve. It is the total sale proceeds of a firm by selling a commodity at a given price. The TR curve graphically represents the relation between total revenue received by a firm for selling its output and the quantity of output sold. It is used with firms' total cost curve to determine the economic profit. Average revenue. നമ്മുടെ ആവറേജ് റവന്യൂ കർവിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. It is the average receipts from the sale of certain units of commodity obtained by dividing the total revenue by the number of units sold. The AR curve is the firm's demand curve. Marginal revenue and the MR curve. It is the addition to the total revenue as a result of a small hike in the sale of the firm. MR curve is the graphical relation between the margin revenue a firm receives from production and the quantity of output produced. It reflects the degree of market control held by a firm. നമ്മുടെ ഇതോടുകൂടി എക്കണോമിക്സ് അവസാനിച്ചു. നമ്മുടെ എക്കണോമിക്സിൻ്റെ മൊഡ്യൂൾ 3 എന്ന് പറയുന്ന സംഭവം അവസാനിക്കുകയാണ്. ഇതിൽ എളുപ്പമുള്ളതായിരുന്നു ഐസോകൻസ്, ഐസോകോസ്റ്റും ഫിഗർ കോസ്റ്റും ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നല്ലൊരു സിമ്പിളായ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തായാലും ഒരു കാര്യം നിങ്ങളോട് എല്ലാവരും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നതും. മൊഡ്യൂൾ 3 കഴിഞ്ഞു, മാനേജ് എക്കണോമിക്സിൻ്റെ കോമൺ. ഇതൊരു വലിയൊരു എല്ലാവർക്കും പാടുള്ളൊരു ടോപ്പിക്കാണ്. ഇതെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നൊരു പേപ്പറാണ്. ഇതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ. പാടുള്ള ടോപ്പിക്സ് പഠിക്കുക, എന്നിട്ട് അവസാനമേ എളുപ്പമുള്ള ടോപ്പിക് എല്ലാം കൂടി ഒരുമിച്ച് ആദ്യം പാടുള്ള ടോപ്പിക്സ് തീർത്തിട്ട് എളുപ്പമുള്ള ടോപ്പിക്സ് തീർക്കുക. അങ്ങനെയാണ് എക്കണോമിക്സ് പഠിക്കേണ്ടത്. താങ്ക് യു വെരി മച്ച്. ബൈ.